വെൽക്കം ബാക്ക് ടു SDJ അക്കാദമി. നമ്മൾ അപ്പർ ഫംഗ്ഷൻ എന്താണ്, ലോവർ ഫംഗ്ഷൻ എങ്ങനെയാണ്, പ്രോപ്പർ എന്താണ്, എങ്ങനെയാണ് ഉപയോഗിക്കുക, ഇതിൻ്റെ ഉപയോഗം എന്താണ്, ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെഫ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. എന്താണ് ലെഫ്റ്റ് ഫംഗ്ഷൻ, എന്തിനാണ് ലെഫ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്, നമ്മൾക്ക് എവിടെയാണ് ലെഫ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നത്, ഇതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഒരു മൊബൈൽ നമ്പർ കൂടാതെ ഒരു ലാൻഡ് ലൈൻ നമ്പറും കൊടുത്തിട്ടുണ്ട്. മൊബൈൽ നമ്പർ ലാൻഡ് ലൈൻ നമ്പർ. നമ്മൾക്ക് ഇങ്ങനെയാണ് ഒരു ഡാറ്റ കിട്ടുന്നത് വെച്ചോളൂ. നമുക്കൊരു ഡാറ്റ ഒരു വെബ്സൈറ്റിൽ നിന്നോ സോഫ്റ്റ്വെയറിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ഒരു ഡാറ്റ സോഴ്സ് ചെയ്ത് നമുക്കൊരു ഡാറ്റ കിട്ടി. അതിൽ കാണുന്ന മൊബൈൽ നമ്പർ ഇങ്ങനെയാണ്. അതായത് ഓരോരുത്തരുടെയും മൊബൈൽ നമ്പറിൽ ചിലപ്പോൾ രണ്ട് നമ്പർ ഉണ്ടാവും. അതായത് രണ്ട് മൊബൈൽ നമ്പർ, ഒരു മൊബൈൽ നമ്പർ കഴിഞ്ഞിട്ട് വേറൊരു മൊബൈൽ നമ്പർ കോമായിട്ട് എഴുതിയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഒരു മൊബൈൽ നമ്പർ കഴിഞ്ഞിട്ട് ലാൻഡ് ലൈൻ നമ്പർ ഉണ്ടാവും. അതുമല്ലെങ്കിൽ ഒരു നമ്പർ കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൽ ഓഫീസെന്നോ റെസിഡൻസെന്നോ ഒക്കെ എഴുതിയിട്ടുണ്ടാവും, അല്ലേ? അല്ലെങ്കിൽ വാട്സപ്പെന്നോ ഒക്കെ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾക്ക് എന്ത് വേണം? ആ നമ്പർ മാത്രം വേണം. ഇപ്പോൾ ഈ കേസിൽ എനിക്ക് മൊബൈൽ നമ്പർ മാത്രം എക്സ്ട്രാക്ട് ചെയ്യണം, ലാൻഡ് ലൈൻ നമ്പർ വേണ്ട. എനിക്ക് മൊബൈൽ നമ്പർ വേണം. അതായത് നമ്മൾ സോഫ്റ്റ്വെയറിൽ കൂടെ നമ്മളൊരു SMS അയക്കാൻ പോവാണ്. അപ്പോൾ എന്ത് വേണം? മൊബൈൽ നമ്പർ മാത്രമേ SMS എടുക്കാൻ പറ്റുള്ളൂ, ലാൻഡ് ലൈൻ നമ്പർ എടുക്കാൻ പറ്റില്ല. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് മൊബൈൽ നമ്പർ മാത്രം നമ്മൾ എങ്ങനെ വേർതിരിച്ചെടുക്കും? ഒരു 10,000 റോയിലുള്ള ഡാറ്റയാണ്. ഈ 10,000 റോയിലുള്ള ഡാറ്റയിൽ നിന്ന് പലതരത്തിലുള്ള ഡാറ്റയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. മൊബൈൽ നമ്പർ പ്ലസ് ലാൻഡ് ലൈൻ നമ്പർ ഉണ്ട്, മോർ ദാൻ വൺ മൊബൈൽ നമ്പർ ഉണ്ട്, മൊബൈൽ നമ്പറിൻ്റെ കൂടെ റെസിഡൻസ് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ പേഴ്സണൽ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ വാട്സപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ബിസിനസ് എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾക്ക് ഇതിനെയൊക്കെ വേർതിരിച്ചിട്ട് നമ്പർ മാത്രം എടുക്കണം. ഇവിടെയാണ് നമ്മൾ ലെഫ്റ്റ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുക. നമ്മൾ ലെഫ്റ്റ് എന്ന ഫംഗ്ഷൻ പറയുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഫ്രം ദി ലെഫ്റ്റ്, ദാറ്റ് ഈസ് ഫ്രം 93499. ഇതാണ് 9 ആണ് ലെഫ്റ്റിൽ നിൽക്കുന്നത്. ആ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യുക. ഇതാണ് ലെഫ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഇപ്പം നമുക്ക് എങ്ങനെയാണ് ലെഫ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഈ ഡാറ്റ ഒന്ന് എക്സ്ട്രാക്ട് ചെയ്ത് നോക്കാം. എനിക്ക് മൊബൈൽ നമ്പർ മാത്രം എടുക്കണം. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുക ഈക്വൽ ടു ലെഫ്റ്റ് യൂസ് ടാബ് ഓപ്പൺ ബ്രാക്കറ്റ്. ഏതാണോ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യേണ്ട ഡാറ്റ അത് സെലക്ട് ചെയ്യുക, കോമ കൊടുക്കുക. ഇനി എത്ര സ്പേസസ് നമ്മൾക്ക് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യണം, എത്ര ലെറ്റേഴ്സാണ്, എത്ര സ്പേസിലുള്ള ലെറ്റേഴ്സാണ് നമുക്ക് ഡാറ്റ കോപ്പി ചെയ്യേണ്ടത്. ഇപ്പം മൊബൈൽ നമ്പർ സാധാരണ എത്ര ഡിജിറ്റ് ഉണ്ട്? 10 ഡിജിറ്റ് ഉണ്ട്, അല്ലേ? അപ്പോൾ നമുക്ക് 10 ഡിജിറ്റ് എക്സ്ട്രാക്ട് ചെയ്യണം. സോ ഡാറ്റ സെലക്ട് ചെയ്യുക, 10 എന്നടിക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇപ്പോൾ മൊബൈൽ നമ്പർ മാത്രം എക്സ്ട്രാക്ട് ചെയ്തു. ഇത് 10 എന്നുള്ളത് 11 കൊടുത്തു കഴിഞ്ഞാൽ ആ കോമ ചേർത്തിയെടുക്കും. ശ്രദ്ധിക്കുക, കണ്ടോ? അപ്പോൾ നമ്മൾ എവിടെയാണോ ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യേണ്ടത് അവിടെ വരെയുള്ള ലെറ്റേഴ്സ് കൗണ്ട് ചെയ്യുക. ഇപ്പം 934999973685. ഇറ്റ് ഈസ് കമ്മിങ് ടു 10 ക്യാരക്ടർ, അല്ലേ? 10 ചാറാണ്. അപ്പോൾ ആ 10 ചാറിൽ 10 ക്യാരക്ടറിൽ അത് മാത്രം എക്സ്ട്രാക്ട് ചെയ്യാൻ നമ്മൾ 10 എന്ന് കൊടുത്തു. 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് 10 ക്യാരക്ടർ മാത്രം എടുത്തു. രണ്ടാമത്തെ കേസിൽ ഇമെയിൽ എന്ന് പറഞ്ഞിട്ട് കോളം കൊടുത്തിട്ടുണ്ട്, ഇമെയിൽ ഐ ഡി എഴുതിയിട്ടുണ്ട്. എനിക്ക് ഇമെയിൽ എന്ന് പറയുന്നത് മാത്രം മതി. അപ്പോൾ നമ്മളെങ്ങനെ ഉപയോഗിക്കും? ലെഫ്റ്റ് യൂസ് ടാബ് ഓപ്പൺ ദി ബ്രാക്കറ്റ്, ഇത് സെലക്ട് ചെയ്യുക, കോമ കൊടുക്കുക, ഇമെയിൽ കോളൻ, അല്ലേ? ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എത്ര ചാറുണ്ട്? 1 2 3 4 5 6, അല്ലേ? ഇ എന്ന് പറയുന്ന 1, എം എന്ന് പറയുന്നത് 2, എ എന്ന് പറയുന്നത് 3, ഐ എന്ന് പറയുന്നത് 4, എൽ എന്ന് പറയുന്നത് 5, കോളൻ 6ാമത്തെയാണ്. അപ്പോൾ 6 കൊടുക്കുക, ക്ലോസ് ദി ബ്രാക്കറ്റ്. ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇമെയിൽ കോളൻ എന്ന് കാണിക്കും. അടുത്തതിൽ നമ്മൾ എറണാകുളം ഡിസ്ട്രിക്റ്റ് കേരളം എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്കിവിടെ എറണാകുളം എന്ന് മാത്രം മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലെഫ്റ്റ് യൂസ് ടാബ് ഓപ്പൺ ബ്രാക്കറ്റ്, സെലക്ട് ഇറ്റ്. എറണാകുളം എന്ന് വരെയുള്ള എത്ര ക്യാരക്ടർ ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക. E1, R2, N3, A4, K5,
U6, L7, A8, M9. അപ്പോൾ 9 ക്യാരക്ടറുണ്ട്. 9 അടിക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക, എറണാകുളം. അപ്പോൾ ഇതാണ് നമ്മൾ ലെഫ്റ്റ് ഫംഗ്ഷൻ ഉപയോഗം. അതായത് തന്നിരിക്കുന്ന ഹ്യൂജ് ഡാറ്റയിൽ ഏതെങ്കിലും ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമുക്ക് ഡാറ്റ എക്സ്ട്രാക്റ്റ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങൾ ഡാറ്റ നമുക്ക് ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, നമുക്ക് ചെയ്ത് നോക്കാം. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ബൈ.